Hello everyone, welcome back to my channel Shana's Realm of Games. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ഓറഞ്ച് ഗെയിംസിന്റെ ബാറ്റിൽ ഷീപ്പ് എന്ന് പറയുന്ന ഗെയിമാണ്. ഇതൊരു ടൈൽ ബേസ്ഡ് ലൈഫ് സ്ട്രാറ്റജി ഗെയിമാണ്. ഇവിടെ പ്ലേയേഴ്സ് അവരുടെ ഷീപ്പിനെ പാർഷ്യൽ സ്പ്രെഡ് ചെയ്ത് ഗെയിമിന്റെ അവസാനം ഏറ്റവും കൂടുതൽ സ്പേസ് കൺട്രോൾ ചെയ്യുന്നത് വഴി പോയിന്റ്സ് നേടാനായിട്ട് ശ്രമിക്കും. ഗെയിം സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഓരോ മൂവ് വളരെ പ്രധാനമാണ്. കാരണം ഒരു തെറ്റായ മൂവ് വഴി സ്വന്തം ഷീപ്പ് തന്നെ ബ്ലോക്ക് ആയിട്ട് പോകാം. അപ്പൊ ഗോൾ എന്നത് വെറുതെ മൂവ് ചെയ്യുക എന്നത് മാത്രമല്ല, സ്മാർട്ടായിട്ട് മൂവ് ചെയ്യുക എന്നതാണ്. ഇനി ഉടനെ തന്നെ ഈ ഗെയിം എങ്ങനെ കളിക്കുന്നത് നോക്കാം. ലെറ്റ്സ് ഗോ. ഓരോ പ്ലെയറും ഒരു കളർ തിരഞ്ഞെടുക്കണം. എന്നിട്ട് ആ കളറിലെ 16 ഷീപ്സ് എടുത്ത് ഒറ്റ സ്റ്റാക്ക് ആയിട്ട് ക്രമീകരിച്ച് വെക്കണം. ഇത് കൂടാതെ ഓരോ പ്ലെയറിന് 4 പാസ്റ്റ് ടൈൽസ് കൂടെ ലഭിക്കും. ഇത് ബോർഡ് നിർമ്മിക്കാനായിട്ട് ആവശ്യമുണ്ട്. ബോർഡ് നിർമ്മിക്കാനായിട്ട് ഒരു പ്ലെയർ ആദ്യം ടൈല് വെക്കുന്നു. അതിനുശേഷം ക്ലോക്ക് വൈസ് ദിശയിൽ ഓരോ പ്ലെയറും ഒരു ടൈൽ വീതം ചേർക്കും. വെക്കുന്ന ഓരോ പുതിയ ടൈലും ഇതിനകം വെച്ചിട്ടുള്ള ഏതെങ്കിലും ടൈലിനെ ടച്ച് ചെയ്യണം. ഇനി പാസ്റ്റ് ടൈൽസ് വെക്കുന്ന സമയത്ത് ഇടയിൽ ഹോൾസ് അല്ലെങ്കിൽ ഗ്യാപ്സ് വന്നാലും പ്രശ്നമില്ല. വെക്കുന്ന ടൈൽസ് മുമ്പുള്ള ടൈൽസിനോട് കണക്ട് ആയിരിക്കണം എന്നത് മാത്രം നോക്കിയാൽ മതി. ഇനി ബോർഡ് റെഡിയായ ശേഷം വീണ്ടും ക്ലോക്ക് വൈസ് ദിശയിൽ ഓരോ പ്ലെയറും അവരുടെ മൊത്തം ഷീപ്പ് സ്റ്റാക്ക് ബോർഡിന്റെ ഔട്ടർ എഡ്ജിലുള്ള ഏതെങ്കിലും എംപ്റ്റി സ്പേസിൽ വെക്കണം. ഗെയിമിന്റെ ഒബ്ജക്റ്റീവ് എന്നത് അവസാനിക്കുന്ന സമയത്ത് ബോർഡിനകത്ത് ഏറ്റവും കൂടുതൽ സ്പേസസ് സ്വന്തമാക്കുക എന്നതാണ്. ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ ഹെക്സും ഒരു പോയിന്റ് ആണ്. ഒരു സ്പേസിൽ എത്ര ഷീപ്പ് ഉണ്ടെങ്കിലും അത് ഒരു പോയിന്റ് മാത്രമായിരിക്കും. അതിനാൽ സ്പ്രെഡിംഗ് ആണ് സ്റ്റാക്കിനേക്കാളും പ്രധാനം. ആദ്യം ഷീപ്പ് വെച്ച പ്ലെയർ ആയിരിക്കും കളി തുടങ്ങുന്നത്. സ്വന്തം ടേണിൽ നിങ്ങൾ ഷീപ്പ് സ്റ്റാക്ക് എടുക്കുക. എന്നിട്ട് അതിനെ 2 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. മുകളിൽ ഉള്ള ഭാഗം സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുക. ഗെയിമിന്റെ കീ റൂൾസ് നോക്കാം. കുറഞ്ഞത് ഒരു ഷീപ്പ് എങ്കിലും പിന്നിൽ വിടണം. മൂവ് ചെയ്യുന്നത് സ്ട്രേറ്റ് ലൈനിൽ മാത്രമായിരിക്കണം. കഴിയുന്നത്ര ദൂരം മൂവ് ചെയ്യണം. മറ്റൊരു സ്റ്റാക്ക് അല്ലെങ്കിൽ ബോർഡിന്റെ എഡ്ജ് ഹിറ്റ് ചെയ്യുന്നവരെ മൂവ് ചെയ്യണം. ഇടയിൽ നിർത്താനായിട്ട് പാടില്ല. ഇങ്ങനെ പ്ലേയേഴ്സ് മാറി മാറി ടേൺസ് എടുക്കും. സ്റ്റാക്ക് സ്പ്ലിറ്റ് ചെയ്ത് ബോർഡിൽ സ്പ്രെഡ് ചെയ്ത് മൂവ്മെന്റ് മനസ്സിലാക്കാനായിട്ട് ഹെക്സഗണിലെ ഓരോ സൈഡും ഒരു ഡോർ ആയിട്ട് കരുതുക. ഷീപ്പ് സ്ട്രേറ്റ് ലൈനിൽ ആ ഡോർ വഴിയായിരിക്കും മൂവ് ചെയ്യുന്നത്. കൂടാതെ ഓർക്കുക, ഇടയിൽ നിർത്താനായിട്ട് പാടില്ല. എഡ്ജ് അല്ലെങ്കിൽ മറ്റൊരു ഷീപ്പ് സ്റ്റാക്ക് ഹിറ്റ് ചെയ്യുന്നവരെ സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യണം. ഗെയിം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ബോർഡ് നിറയും. മൂവ് ചെയ്യാനുള്ള വഴികളും കുറയും. ബ്ലോക്കിങ്ങും പൊസിഷനിങ്ങും ആയിരിക്കും പ്രധാനം. ഒരിക്കല് ഒരു സ്റ്റാക്ക് നിങ്ങളുടെ ഷീപ്പോ അല്ലെങ്കിൽ മറ്റുള്ളൊരു ഷീപ്പോ അല്ലെങ്കിൽ എഡ്ജോ ചേർന്ന് പൂർണ്ണമായിട്ട് സറൗണ്ട് ആയാൽ അത് ബ്ലോക്ക്ഡ് ആകും. ഒരു പ്ലെയറിന് പോലും മൂവ് ചെയ്യാൻ കഴിയാതെയാകുമ്പോഴാണ് കളി അവസാനിക്കുന്നത്. ഇനി സ്കോർ കണക്കാക്കാം. ഓരോ ഹെക്സ് സ്പേസിലുള്ള ഷീപ്പും എണ്ണുക. ഓരോ സ്പേസിനും ഒരു പോയിന്റ് മാത്രം. സ്റ്റാക്ക് ചെയ്താലും എക്സ്ട്രാ പോയിന്റ്സ് കിട്ടില്ല. ഇങ്ങനെ ഏറ്റവും കൂടുതൽ സ്പേസസ് ഉള്ള പ്ലെയർ ആയിരിക്കും വിന്നർ. ഇനി ടൈ ഉണ്ടായാൽ ഏറ്റവും വലിയ ബന്ധപ്പെട്ട് കിടക്കുന്ന ഷീപ്പ് ഗ്രൂപ്പ് ഉള്ള പ്ലെയർ ആയിരിക്കും ജയിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ബാറ്റിൽ ഷീപ്പ് എന്ന് പറയുന്ന ഗെയിം കളിക്കുന്നത്. ലൈറ്റ് സ്ട്രാറ്റജി ഗെയിംസും സ്മാർട്ട് മൂവ്സും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഗെയിം ഇഷ്ടപ്പെടും. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗെയിം ടൈൽസിന്റെ ക്വാളിറ്റിയും
കുറഞ്ഞ റൂൾസും കുറഞ്ഞ വിലയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ഗെയിമിംഗ് ഫോക്സ്. ഗുഡ് ബൈ.